എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ഗന്നേസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് 4 ആത്മിക ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. താൻ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, മുടന്തനെ സൗഖ്യമാക്കിയിട്ടുണ്ട്, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ടുണ്ട്, രക്തസ്രവക്കാരിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. അങ്ങനെ യേശു ഒരു മീൻപിടുത്തത്തിലൂടെ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ഈ തടാകത്തിന് ഒരു പേരുണ്ട്, ഗന്നസരേത്ത് തടാകം. ഈ തടാകം തന്നെയാണ് ഗലീല എന്ന് പറയുന്നതും തിബരിയാസ് എന്ന് പറയുന്നതും ഈ ഒരു തടാകം തന്നെയാണ്. അപ്പൊ ഈ ഗലീല തടാകത്തിന്റെ പ്രാന്തപ്രദേശങ്ങള്, അതിന്റെ തീരങ്ങള് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാന വേദിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 ആത്മിക ചിന്തകൾ നമുക്ക് ഇതിൽ നിന്ന് ഒന്നിച്ച് ചിന്തിക്കാം. ഒന്ന്, അതിന്റെ 3-ാം വാക്യം, ആ പടകിൽ ശീമോന് ഉള്ളതായ ഒന്നിൽ യേശു കയറി. 1-ാമത്തെ ചിന്ത, യേശുവിന് ഒരു പടക് വേണം എന്നുള്ളതാണ്. ഇവിടെ പടക് എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവമായി അക്ഷരാർത്ഥത്തിൽ അത് ഒരു വള്ളമാണ്, അതൊരു പടകാണ്. എന്നാൽ അതിന്റെ സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് ഈ പടക് ഞാനും നീയുമാണ്. ഈ പടക് നമ്മുടെ ജീവിതമാകുന്ന പടകാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത്. യേശുവിന് ഒരു പടക് വേണം എന്ന് അവിടെ നമുക്ക് കാണുകയാണ്. അനേക പടകുകള് ഗലീല കടലിന്റെ തീരത്തുണ്ട്. എന്നാൽ യേശു ഈ ഒരു പടകിലും കയറാതെ ശീമോനുള്ളതായ ഒരു പടകിലാണ് യേശു കയറിയത്. വാസ്തവത്തില് ഇത് ഒരു തെരഞ്ഞെടുപ്പിനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ശീമോന് മാത്രമായുള്ള പടകിൽ കയറിയത്? അല്ലെങ്കിൽ അതിന് യേശു ഈ പടക് തെരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്താണ് എന്നറിയണമെങ്കിൽ 5-ാം വാക്യം അതിന്റെ ആദ്യ ഭാഗം നിങ്ങളൊന്ന് വായിച്ച്. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അതാണ് അതിന്റെ കാര്യം. 3 ചിന്തകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. നമ്പർ 1, പത്രോസ് പറയുകയാണ്, നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും നിരാശ നിറഞ്ഞവന്റെ പടകാണ് യേശു തെരഞ്ഞെടുത്തത്. ജീവിതത്തിൽ ഏറ്റവും തകർന്നിരിക്കുന്നവന്റെ പടകാണ് യേശു തെരഞ്ഞെടുത്തത്. ആശയ്ക്ക് വകയില്ലാത്തവന്റെ പടകാണ് യേശു തെരഞ്ഞെടുക്കുന്നത്. പത്രോസ് പറയുകയാണ്, നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒരു ചെറുമീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുകയാണ്. യേശു എപ്പോഴും നോക്കുന്നത് താഴേക്കുള്ള ആളുകളെ, തകർന്നവരെയാണ്, ഉടഞ്ഞവരെയാണ്, ആശയ്ക്ക് വകയില്ലാത്തവരെയാണ് യേശു നോക്കുന്നത്. മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യർ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരെയാണ് നോക്കുന്നത്. യേശു അങ്ങനെയല്ല. യേശു ഏറ്റവും താഴെയുള്ളവനെ, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, പത്രോസിനോട് യേശു പടക് ചോദിച്ചു. പത്രോസേ, നിന്റെ പടക് വേണം, ജനത്തോട് സംസാരിക്കുവാൻ നിന്റെ പടക് വേണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് നോ പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞില്ല നാളെ തരാം എന്ന് പറഞ്ഞില്ല. ഉടനെ പത്രോസ് ആ പടക് യേശുവിന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ നമ്മളോട് പറയുന്നത്, നിന്റെ ജീവിതമാകുന്ന പടക് നീ യേശുവിന് കൊട്, അതിനെ നിറയ്ക്കുവാനായിട്ട് യേശുവിന് കഴിയും. നിന്റെ ജീവിതമാകുന്ന പടക് യേശുവിന് കൊടുത്താൽ അതിനെ പണിയുവാനായിട്ട് യേശുവിന് കഴിയും എന്നുള്ള സത്യമാണ് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരിക്കല് യഹോവയായ ദൈവം യിരെമ്യാ പ്രവാചകനെ വിളിച്ചു.
യിരെമ്യാ പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്തിനാ കുശവന്റെ വീട്ടിലേക്ക് പോകുന്നേ എന്ന് യിരെമ്യാവ് ചോദിച്ചില്ല. യിരെമ്യാവ് പ്രവാചകൻ എഴുന്നേറ്റ് നേരെ കുശവന്റെ വീട്ടിലേക്ക് പോയി. പ്രവാചകൻ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ മണ്ണ് കുഴച്ച് പാത്രമുണ്ടാക്കുന്ന വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യിരെമ്യാ പ്രവാചകൻ അവിടെ നിന്നു കുശവൻ പാത്രമുണ്ടാക്കുന്നത് ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ കുശവൻ തന്റെ കളിമണ്ണ് ഉപയോഗിച്ച് ഒരു പാത്രമുണ്ടാക്കി, എന്നാൽ അത് കേടായിപ്പോയി. സാധാരണ നമുക്കറിയാം, മൺപാത്രം ഉടഞ്ഞു പോയാല് നമ്മുടെ സഹോദരിമാരൊക്കെ ചെയ്യുന്നത് എന്താ? എന്നാല് ഈ കുശവൻ ആ കളിമണ്ണ് വീണ്ടും ചക്രത്തിന്മേൽ വെച്ചു, അതിൽ വെള്ളം തളിച്ചു, അത് നനച്ചു, ആ ചക്രം വീണ്ടും കറക്കി. അവന്റെ വിരലുകൾ ആ ചക്രത്തിന്മേൽ പിടിച്ചു, ആ കളിമണ്ണിന്മേൽ പതിഞ്ഞപ്പോൾ അത് ഒരു പാത്രമായി, മനോഹരമായ ഒരു പൂജയായി പുറത്തു വന്നു. പ്രവാചകൻ വീണ്ടും നോക്കി നിന്നു. അടുത്ത കളിമണ്ണെടുത്തു, അവൻ അത് ചക്രത്തിന്മേൽ വെച്ചു, ചക്രം കറക്കി, കുശവന്റെ വിരലുകൾ അതിന്മേൽ പതിഞ്ഞപ്പോൾ അത് മനോഹരമായ ഒരു ചട്ടിയായി വന്നു. വീണ്ടും കളിമണ്ണ് വെച്ചു, അത് വെള്ളം തളിച്ചു, അപ്പോൾ അതൊരു പൂച്ചട്ടിയായി വന്നു. ഈ ദർശനം യിരെമ്യാ പ്രവാചകന് ദൈവം കൊടുത്തതിന് ശേഷം ദൈവം യിരെമ്യാവിനോട് ചോദിച്ചു, യിരെമ്യാ പ്രവാചക, ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ എന്റെ ജനമായ ഇസ്രായേലിനോട് എനിക്ക് ചെയ്തുകൂടായോ? ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, നിന്റെ ഉടയവൻ നിന്നോട് ചെയ്തുകൂടായോ? ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ നിന്റെ വ്യക്തി ജീവിതത്തോട് സ്വർഗസ്ഥനായ ദൈവത്തിന് ചെയ്തുകൂടായോ? ഈ കുശവൻ കളിമണ്ണിനോട് ചെയ്തതുപോലെ നിന്റെ കുടുംബത്തോട് ഉടയവനായ ദൈവത്തിന് ചെയ്തുകൂടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ ഈ കുശവനിൽ നിന്ന് ഒരു ദർശനം ആ കുശവനെ കളിമണ്ണുണ്ടാക്കുന്നത് കൊടുത്തിട്ട് അവന് ഒരു പാഠം, ഒരു കാര്യം അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതെ, ഇന്ന് രാവിലെ ഈ ദൈവത്തിന് നിന്റെ വ്യക്തി ജീവിതത്തോട് അത് ചെയ്യുവാൻ കഴിയും. അതെ, ഇന്ന് നമുക്ക് രാവിലെ കർത്താവിനോട് പറയാൻ കഴിയണം, കർത്താവേ, എന്നെ പണിയണമേ, നീ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ ഇരിക്കുന്നു, നീ എന്നെ പണിയണമേ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പണിയണമേ എന്ന് നീ പറഞ്ഞാൽ നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. നിന്റെ ജീവിതം ഉണ്ടല്ലോ, ഉടഞ്ഞ പാത്രം, അത് ആ കർത്താവ് എന്ന കുശവന്റെ കയ്യിൽ കൊടുത്താൽ അവൻ അതിനെ മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റുവാനായിട്ട് കഴിയും. എന്താണ് ഇന്ന് ഒന്നാമത് യേശു അന്വേഷിക്കുന്നത്? നമ്മുടെ ജീവിതം എന്ന പടക് യേശുവിന് കൊടുക്കുമോ എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ ചിന്ത, അതിന്റെ 2-ാം വാക്യം, 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പത്രോസിനെയും ആ കൂട്ടാളികളെയും വിളിക്കുമ്പോൾ അവർ വല കഴുകുകയായിരുന്നു. രണ്ടാമത്തെ ചിന്ത ഏതാ? കഴുകുന്നവന്റെ ജീവിതമാണ്, പടകാണ് യേശുവിന് ആവശ്യം. ഇവിടെ അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശു എങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുക്കുന്നത്? യേശു ആരുടെ പടകാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കഴുകലിന്റെ അനുഭവമുള്ളവന്റെ പടകാണ് യേശു തെരഞ്ഞെടുക്കുന്നത്. ഒരു കഴുകലിന്റെ, ഒരു ശുദ്ധീകരണത്തിന്റെ, ഒരു വെടിപ്പാക്കലിന്റെ അനുഭവമുള്ളവന്റെ പടകാണ് യേശു തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സാധാരണ മുക്കവന്മാര് വല കടലിൽ എറിഞ്ഞു കഴിഞ്ഞാൽ വലയിട്ട് മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർ കഴുകിയെടുക്കും. കാരണം ഈ കടലിലെ ആ മാലിന്യമെല്ലാം ഈ വലയുടെ നൂലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ നൂലിഴ ദ്രവിച്ചു പോകും. അതുകൊണ്ട് മത്സ്യം കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളതല്ല, അവർ വല കടലിലിട്ടോ ആ വല അവർ കരക്കെടുക്കുമ്പോൾ അതിനെ കഴുകി വെടിപ്പാക്കിയാണ് എടുക്കുന്നത്. രാവിലെ സമയം നിങ്ങൾ ഓർക്കുക, ഈ ലോക സാഗരമാകുന്ന കടലിൽ ജീവിക്കുന്ന നിന്റെ വ്യക്തി ജീവിതത്തിന് ഒരു കഴുകൽ ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് കർത്താവ് പറയുക. എന്തുകൊണ്ടാണ് ശുദ്ധീകരണം ആവശ്യമായി വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് ശുദ്ധീകരണം വേണമെന്ന് പറയുന്നത്? 1 തെസ്സലോനിക്കർ 4:3, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്തുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമെന്ന് പറഞ്ഞാൽ, നമ്പർ 1, ദൈവത്തിന്റെ ഇഷ്ടമോ
നമ്മുടെ ശുദ്ധീകരണം തന്നെ. നിന്റെ ജീവിതത്തിന് ഒരു ശുദ്ധീകരണം, നിന്റെ വ്യക്തി ജീവിതത്തിന് ഒരു ശുദ്ധീകരണം വേണം. നിന്റെ കുടുംബ ജീവിതത്തിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നിന്റെ സാമൂഹിക ജീവിതത്തിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇന്ന് ഒരു വെടിപ്പാക്കൽ നടത്തുവാൻ നമുക്ക് ഇടയായിത്തീരണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്പർ 2, 3 കാര്യങ്ങൾ നമുക്ക് കാണാം ശുദ്ധീകരണത്തെ കുറിച്ച്. നമ്പർ 2, നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. നമ്പർ 2, എന്തുകൊണ്ട് ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിനക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, അവർ യോർദാന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. അവർ യോർദാന്റെ അരികിൽ 3 ദിവസം നിന്നു. അവർക്ക് അക്കരെ കടക്കുവാൻ കഴിയാതെ വന്നപ്പോൾ യോശുവ ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ദൈവം യോശുവയോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു മിറക്കൽ നടക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണോ? നമ്മുടെ കുടുംബത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. കർത്താവ് പറയുകയാണ്, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ യഹോവ നാളെ ഒരു അത്ഭുതം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. ഒരു അത്ഭുതം ജീവിതത്തിൽ നടക്കണമെങ്കിൽ, സഭയിൽ ഒരു അത്ഭുതം നടക്കണമോ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. നമ്പർ 3, എന്തുകൊണ്ടാണ് നമുക്ക് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത്? വേദഭാഗം എടുക്കണമെന്നില്ല, ഞാൻ പറയാം. എന്തുകൊണ്ടാണ് നമുക്ക് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത്? നഷ്ടപ്പെട്ടതിനെ നമുക്ക് മടക്കി ലഭിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഒരിക്കല് ഏലീശാ പ്രവാചകൻ തന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് മരം മുറിക്കുവാനായി പോയി. അവർ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ആ ശിഷ്യന്മാരിൽ ഒരുവന്റെ കോടാലി അത് തെറിച്ച് അത് കുളത്തിൽ വീഴുവാൻ ഇടയായി. അവൻ ഏലീശാ പ്രവാചകനെ വിളിച്ചു, യജമാനനെ, എന്റെ കോടാലി വെള്ളത്തിലേക്ക് പോയി, ഞാനത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ ഉറക്കെ കരഞ്ഞു. ഏലീശാ പ്രവാചകൻ ആ മനുഷ്യന്റെ അടുക്കൽ വന്നു. അവനോട് ചോദിച്ചു, കോടാലി എവിടെയാണ് പോയത്? അവൻ പറഞ്ഞു, കോടാലി ഇതാ ഇവിടെയാണ് പോയത്. ഈ ഏലീശാ പ്രവാചകൻ ഒരു മരത്തിന്റെ ശിഖരം വെട്ടി ആ വെള്ളത്തിലെറിഞ്ഞ് ആ ഇരുമ്പിനെ പൊക്കിയെടുക്കുവാൻ കഴിവുള്ളവനാണ് പ്രവാചകൻ, കൃപയുള്ളവനാണ് പ്രവാചകൻ. ആ പ്രവാചകൻ അറിയാം ഈ കോടാലി എവിടാ പോയെന്ന്. പക്ഷേ കോടാലി എവിടെയാണ് പോയതെന്ന് നീ പറയണം. അതായത് നഷ്ടപ്പെട്ടത് നിനക്ക് കിട്ടണമെങ്കിൽ പോയത് എവിടെയെന്ന് നീ പറയണം. നിന്റെ പ്രാർത്ഥനാ ജീവിതം എവിടെയാണ് നഷ്ടപ്പെട്ടത് നീ പറയണം. നിന്റെ ആരാധന എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് നീ പറയണം. നിന്റെ ആത്മീക തീഷ്ണത എവിടെയാണ് കുറഞ്ഞു പോയതെന്ന് നീ പറയണം. നിനക്ക് എവിടെയാണ് മയക്കം പിടിച്ചതെന്ന് നീ പറയണം. നീ ഇന്ന് യേശുവിനോട് പറഞ്ഞാൽ യേശുവിന് നിന്റെ ആ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ കർത്താവിന് കഴിയും. ഒരു അത്ഭുതം ചെയ്യുവാൻ, നിന്റെ പടകിനെ നിറയ്ക്കുവാൻ യേശുവിന് കഴിയും. ഇന്ന് രാവിലെ സമയം നമുക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയണം. എവിടെയാണ് നമ്മുടെ ആരാധന വീക്കായി പോയത്? എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ആത്മീക ജീവിതം? ഇന്ന് രാവിലെ പറയുവാൻ നമുക്ക് കഴിയണം. അതാണ് നമുക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ യേശു അന്വേഷിക്കുന്നത് എങ്ങനെയുള്ള പടകാണ് എന്ന് ചോദിച്ചാൽ, രണ്ടാമത് ദൈവത്തിന്റെ വചനം പറയുക, ഒരു കഴുകലിന്റെ അനുഭവമുള്ളവൻ, ഒരു വെടിപ്പാക്കലിന്റെ അനുഭവമുള്ളവൻ, ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവമുള്ളവന്റെ ജീവിത പടകാണ് യേശു അന്വേഷിക്കുന്നത്. യേശുവിന് അങ്ങനെയുള്ള പടകാണ് ആവശ്യം. നമുക്ക് ഇന്ന് രാവിലെ അങ്ങനെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. രണ്ടാമത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, നീ ഇവിടെ വലയിറക്കാം. ഉടനെ ശീമോൻ പത്രോസ് പറയുക, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. യേശു കർത്താവ് പടകിൽ കയറി. അതിനുശേഷം കർത്താവ് പറഞ്ഞു, നീ ശീമോനെ ഇവിടെ വലയിടാൻ പറഞ്ഞു. ഉടനെ ശീമോൻ പറയുകയാണ്, നാഥ,
രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറയുകയാണ്. ഈ ശിമോൻ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ മുക്കവനായി ജനിച്ച് മുക്കവനായി വളർന്നവനാണ്. ഗലീല കടലിൽ ഏതൊക്കെ തരം മീനുകളുണ്ട്, അത് ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാം വരും, എവിടെ വലയിട്ടാൽ ഏത് മീനിനെ കിട്ടുമെന്ന് കൃത്യമായി അറിയാവുന്ന മനുഷ്യനാണ് ഈ പത്രോസ്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും പത്രോസ് പറയാ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, നാഥാ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, അതിന്റെ ഉത്തരവാദിത്വം എന്റേതാ. എന്നാൽ ഇപ്പോൾ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോകുക, അതിന്റെ ഉത്തരവാദിത്വം കർത്താവെ നിനക്കാം. കർത്താവിന്റെ ഉത്തരവാദിത്തത്തിൽ വലയിറക്കുകയാണ്. യേശു പറഞ്ഞു, വലയിറക്കാൻ പറഞ്ഞു. എന്താ മൂന്നാമത്തെ ചിന്ത? പെരുത്ത മീൻകൂട്ടം കിട്ടി. മൂന്നാമത്തെ ചിന്ത ഏതാ? എന്താണ് മൂന്നാമത്തെ ചിന്ത? യേശു പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവന്റെ പടകാണ് യേശുവിന് ആവശ്യം. യേശു എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവന്റെ ജീവിത പടകിലാണ് യേശു വരുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പത്രോസിനോട് പറയുകയാണ്, നീ വലയിറക്കാൻ പറഞ്ഞു. പത്രോസ് വലയിറക്കി. 6-ാം വാക്യം വായിച്ചേ. അവൻ ആ പെരുത്ത മീൻകൂട്ടം കിട്ടി വല. ഇന്ന് അവന്റെ വാക്കിന് നീ അനുസരിക്കുവാൻ തയ്യാറായാൽ, ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറായാൽ, നിന്റെ പടക് കർത്താവ് നിറയ്ക്കും. നീ ചിലത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, നീ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, നിന്റെ പടകിനെ കർത്താവ് നിറയ്ക്കും. കർത്താവ് പൗലോസിനോട് പറഞ്ഞു, നീ മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ല. നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ പടകിനെ കർത്താവ് നിറയ്ക്കും. ഇവിടെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു. യേശു എന്ത് പറഞ്ഞോ ആ വാക്ക് ചോദ്യം ചെയ്യാതെ അനുസരിച്ചപ്പോൾ അവന്റെ പടകിനെ കർത്താവ് നിറച്ചു. പെരുത്ത മീൻകൂട്ടം അതിൽ ലഭിക്കാനിടയായി. അപ്പൊ മൂന്നാമത് ആരുടെ പടക, എങ്ങനെയുള്ളവരുടെ പടക യേശു അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചോദ്യം ചെയ്യാതെ യേശുവിനെ അനുസരിക്കുന്നവന്റെ ജീവിത പടകാണ് യേശു അന്വേഷിക്കുന്നത്. യേശു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ബെത്സൈദ എന്ന് പറയുന്ന കുളത്തിന്റെ അരികിൽ ചെന്നു. അവിടെ 38 വർഷമായി പക്ഷപാതം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ, ഭൂമിയിൽ വന്ന മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആ കുളക്കരയിൽ സൗഖ്യത്തിനായി കിടക്കുകയാണ്. അവൻ 38 വർഷമായി കിടക്കുകയാണ്. കുളം കലങ്ങുമ്പോൾ അവന് മുൻപേ ആരെങ്കിലും ഇറങ്ങും, അവർ സൗഖ്യമാകും. അങ്ങനെ കുളം കലങ്ങുന്നത് നോക്കി അവൻ കിടക്കുകയാണ്. യേശു അവന്റെ അടുക്കൽ വന്നു. യേശു അവന്റെ അടുക്കൽ വന്നിട്ട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, കർത്താവേ, കുളം കലങ്ങുമ്പോൾ എന്നെ ആരും ഇറക്കുവാനില്ല, എനിക്ക് സൗഖ്യമാകാൻ എങ്ങനെ കഴിയും? ഞാൻ ചെല്ലുമ്പോഴേക്കും വേറൊരുത്തൻ കുളത്തിൽ ഇറങ്ങിക്കഴിയും, എനിക്ക് എങ്ങനെ കഴിയും കർത്താവേ? യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, മനസ്സുണ്ട്, എഴുന്നേക്ക്. യേശു തന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ടു, എഴുന്നേൽക്ക, നിന്റെ കിടക്ക എടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് തന്റെ വചനം പറഞ്ഞപ്പോൾ അതിനെ അവൻ അപ്പാടെ അനുസരിച്ചു. ചോദ്യം ചെയ്യാതെ അവൻ അനുസരിച്ചു. എന്തേ? 38 വർഷമായി കുളക്കരയിൽ മരം പോലെ കിടന്നവൻ മാനിനെ പോലെ തുള്ളിച്ചാടി അവൻ വീട്ടിലേക്ക് പോയി. അതിന് കാരണം എന്താ? യേശു പറഞ്ഞത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, കേട്ടുകൊണ്ട് അതിനെ ചതിക്കുന്നവരാകാതെ അത് അനുസരിക്കുന്നവർ ആകുവാൻ കർത്താവ് നമ്മളോട് പറയുക. മൂന്നാമതാ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്ന് കർത്താവിനെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ കേൾക്കുന്നുണ്ട് പലതും, അനുസരിക്കുവാൻ നമുക്ക് മനസ്സില്ല. അനുസരണത്തിന്റെ ഒരു വാക്ക് കർത്താവിനോട് പറയാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്ന്, കർത്താവെ, ഞാൻ നിന്നെ ഇന്നു മുതൽ അനുസരിക്കും, ചോദ്യം ചെയ്യാതെ നിന്നെ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് നിന്റെ പടകിനെ നിറയ്ക്കും. നിന്റെ ഉടഞ്ഞ ജീവിതത്തെ അവൻ പണിയും, തകർന്ന ജീവിതത്തെ അവൻ അനുഗ്രഹിക്കും. ഇന്ന് രാവിലെ സമയം അങ്ങനെ പറയാൻ കഴിയുമോ? അനുസരിക്കുവാൻ നമുക്ക് തയ്യാറാകുവാൻ കഴിയുമോ? നമ്മൾ എത്ര കാര്യമാണ് ചിന്തിച്ചേ? 3 കാര്യം ചിന്തിച്ചു. ഒന്ന്, യേശുവിന് ഒരു പടക് ആവശ്യമാണ്. എങ്ങനെയുള്ളവരുടെ പടക യേശു അന്വേഷിക്കുന്നത്? ജീവിതത്തിൽ
തകർന്നവരുടെ പടക്, നിരാശപ്പെട്ടവരുടെ പടക്, ആശയ്ക്ക് വകയില്ല എന്ന് മനസ്സിലായവരുടെ പടക്, അങ്ങനെയുള്ള പടക് യേശു അന്വേഷിക്കുക. 2, യേശു ആരുടെ പടകാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു കഴുകലിന്റെ അനുഭവം, ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവമുള്ളവന്റെ പടകാണ് യേശു അന്വേഷിക്കുന്നത്. ജീവിതത്തിൽ ഒരു വെടിപ്പാക്കലിന്റെ അനുഭവമുള്ളവന്റെ പടകാണ് യേശു അന്വേഷിക്കുന്നത്. അല്ലാതെ ഇന്നലെയും ആ പാപം, ഇന്നും ആ പാപത്തെ പേറി ജീവിക്കുന്നവന്റെ പടകല്ല യേശു അന്വേഷിക്കുന്നു. ഒരു ശുദ്ധീകരണം, ഒരു വെടിപ്പാക്കൽ നമുക്ക് ആവശ്യമാണ്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. രാവിലെ യേശു അന്വേഷിക്കുന്നത് ഒരു കഴുകലിന്റെ അനുഭവമുള്ളവന്റെ പടക്. 3, യേശു ആരുടെ പടക അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവന്റെ പടക് ആണ് കർത്താവ് അന്വേഷിക്കുന്നത്. 4-ാമത്തെ ചിന്ത, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:3 വായിച്ചേ. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. 4-ാമത്തെ ചിന്ത, കർത്താവേ, എന്തിനാ എന്റെ ജീവിത പടക് നിനക്ക് എന്ന് ചോദിച്ചാൽ യേശു പറയും, നിന്റെ ജീവിത പടക് യേശുവിനെ മറ്റുള്ളവർക്ക് കാണുവാനാണ്. പത്രോസിന്റെ പടക്, അത് യേശു ചോദിച്ചു, ശീമോനെ, ആ പടക് എനിക്ക് വേണം. യേശു പടകിൽ കയറി. യേശു പറഞ്ഞു, നീ പടക് അല്പം ദൂരേക്ക് മാറ്റാൻ നീക്കാൻ പറഞ്ഞു. പത്രോസ് ദൂരേക്ക് പടക് നീക്കി. യേശു ആ പടകിലിരുന്നു. ഇപ്പോൾ കരയ്ക്ക് നിൽക്കുന്ന ജനത്തിന് മുഴുവൻ യേശുവിനെ കാണാം. യേശു സംസാരിക്കുന്നത് മുഴുവൻ ജനത്തിന് കേൾക്കാം. എന്തിനാ നിന്റെ ജീവിത പടക് യേശു ചോദിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാനാണ്. എന്തിനാ നിന്റെ ജീവിത പടക് യേശു ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് യേശുവിനെ കേൾക്കുവാനാണ്. രാവിലെ സമയം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് യേശുവിനെ കാണുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കേൾക്കുവാൻ കഴിയണം. ആ നിലയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം.